മൂന്നാർ ദേവികുളത്ത് CPM നേതൃത്വത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ തടയുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ സ്ഥലത്തെത്തിയ റവന്യൂ സംഘത്തെ CPM വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തടയുന്നത്. തുടർന്ന് സ്ഥലത്തെത്തിയ സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമനെയും CPM പ്രവർത്തകർ തടഞ്ഞു. അതിനിടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ തടഞ്ഞ പഞ്ചായത്ത് അംഗം സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്യേറ്റം ഒഴിപ്പിച്ച് മടങ്ങുകയുള്ളൂ എന്ന നിലപാടിലാണ് ശ്രീരാം വെങ്കിട്ടരാമൻ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിജു തറയിൽ ചേരുന്നു മൂന്നാറിൽ നിന്ന്. ബിജു, ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൈഫുൽസ ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ചു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന പഞ്ചായത്ത് അംഗത്തെ വിട്ടയച്ചു. അതോടുകൂടി CPM പ്രവർത്തകർ ഈ ദേവികുളം സബ് കളക്ടറേറ്റ് ഓഫീസിന് സമീപത്ത് കയ്യേറി എന്ന് പറയുന്ന പ്രദേശത്തെ ഷെഡ് CPMന്റെ നേതൃത്വത്തിൽ പൊളിക്കാൻ ഒരു തീരുമാനം അവർ തന്നെ കൈക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ഭൂസംരക്ഷണ സേനയും റവന്യൂ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 20 അംഗ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘം ഈ ദേവികുളം സബ് കളക്ടർ ഓഫീസിന് സമീപമുള്ള ഒരു കയ്യേറ്റ പ്രദേശത്ത് എത്തുകയും അവിടെ പണിതുയർത്തിയ ഷെഡ് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇവിടെ CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന് 40ഓളം വരുന്ന CPM DYFI അംഗങ്ങളായിരുന്നു ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നൊരു വാർത്തയെ തുടർന്നാണ് ദേവികുളം സബ് കളക്ടർ വെങ്കിട്ട ശ്രീറാം അവിടെ എത്തുകയും കയ്യേറ്റം ഒഴിപ്പിച്ച് താൻ മടങ്ങുമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അവിടെ സംഘർഷാവസ്ഥ നിലനിന്നു. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ആദ്യം ആവശ്യപ്പെട്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ല. കൂടുതൽ ഫോഴ്സ് പിന്നീട് സ്ഥലത്ത് എത്തുകയായിരുന്നു. തുടർന്നാണ് മൂന്നാർ പഞ്ചായത്ത് അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത്. തുടർന്ന് CPM പ്രവർത്തകർ ആവശ്യപ്പെട്ടത് അറസ്റ്റ് ചെയ്ത പഞ്ചായത്ത് അംഗത്തെ വിട്ടെങ്കിൽ മാത്രമേ തങ്ങൾ ഇതിനൊരു ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ പ്രകാരമായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പഞ്ചായത്ത് അംഗത്തെ വിട്ടയച്ചു. തുടർന്ന് അവിടെ കെട്ടിയ ഷെഡ് പൊളിക്കാൻ CPMന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരം. സൈഫുൽസ.